അന്ന് ഞങ്ങൾ പുറകിലായിരുന്നു. ഒന്നല്ല 6 വർഷമായിട്ട് പുറകെ. ചില ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. പുതുമുഖങ്ങളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. പറയുന്ന പോലെ ഓരോ പുതുമുഖങ്ങളും നാളത്തെ വരാതെ ഒരു തലവാന അവരില്ലെങ്കിലും ഇല്ലല്ലോ. മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിലൂടെ ഒരാൾ മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കൊരു വലിയൊരു ഒരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് ഞാൻ കരുതുന്നു. ആപ്റ്റാണെങ്കിൽ, അതായത് നിങ്ങളിൽ ആ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഞാൻ എന്നിലൂടെ വേണം എന്നില്ല, ഞാൻ വിടും. റീൽസിൽ നിന്ന് കുറെ പേര് അതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിൽ മുഴുവൻ റീൽസിലുള്ള ആൾക്കാരാണ്. ബിഗ് ബോസിലോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ പരിസരത്തേക്ക് ഞാനില്ല. ആവേശം അതിൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടെങ്കിലും പിള്ളേരുടെ കഥ. ഇല്ല, ഇപ്പൊ നിങ്ങളൊരു മിഠായി വാങ്ങിച്ചു, മിഠായി കഴിച്ചു കഴിഞ്ഞാൽ അത് മധുരമുള്ളതാണോ കയ്പുള്ളതാണോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാനുള്ള ചോയ്സ് നിങ്ങൾ അതുണ്ട്. ഇന്ത്യൻ ഭരണകൂടം അത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, നിങ്ങൾക്ക് ഞാൻ മിഠായി കഴിച്ചിട്ട് നിങ്ങൾ ആരും അത് കഴിക്കരുത്, അതിലൊരു വിഷാംശം ഉണ്ടെന്ന് പറയുന്നതിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമയെ കീറി മുറിച്ച് തിന്നുന്ന രീതിയിൽ പറയാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് എന്നോടൊപ്പം കൂടിയുള്ളത് മുറിവ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് അവരുടെ കാസ്റ്റ് ആയതുകൊണ്ട് വെൽക്കം ചെയ്യാം. ഞാൻ ഡോക്ടർ വെൽക്കം ടു ദ ഷോ. എന്താ ഓക്കെ, ആദ്യം അവിടെ തന്നെ തുടങ്ങാം. ഈ പ്രൊഡ്യൂസർ എന്നൊരു ഇത് കിട്ടുമല്ലേ, അപ്പൊ എന്താണ് ഒരു മനസ്സിൽ എന്തായിരുന്നു പ്രൊഡ്യൂസർ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? സിനിമയിലേക്ക് കയറി വരുന്ന എല്ലാ ആൾക്കാർക്കും, ഈവൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആങ്കറായ ഫാറൂഖ് ഭായ്ക്ക് വരെ സിനിമയിലൊരു മോഹം ഉണ്ടാവുമല്ലോ ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്നു. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ പ്രൊഡ്യൂസർ ആവണമെന്നൊന്നുമില്ല, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു മോഹമായിരുന്നു. ഒരു പത്രപ്രവർത്തകനായിരുന്നു, അതിൽ നിന്ന് സിനിമയിലേക്ക് കയറി. സിനിമയിലേക്ക് കയറുമ്പോൾ 10 ആൾ അറിയുന്ന ഒരു സിനിമാ പ്രവർത്തകനാവണം എന്നേ ഉണ്ടായിരുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയും കൂടെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി സഹകരിച്ചപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് PR ആയിട്ട് ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെറിയൊരു ചൂട് മാറ്റം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ആക്ഷൻ ത്രില്ലറാണ് തോന്നുന്നത്. ഇതിനകത്ത് കരാട്ടെ പഠിപ്പിക്കുന്ന മാസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇതിൽ കൂടുതലും ആക്ഷൻസ് ആർക്കൊക്കെയുണ്ട്. അജയപ്പോൾ ഓൾറെഡി എന്തായാലും മെയിൻ ക്യാരക്ടറാണ്, ആക്ഷനാണ് എനിക്കറിയാം. അല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ആക്ഷനുണ്ട്, പ്രണയമുണ്ട്, നല്ല സൗഹൃദങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ സിനിമന്റെ ഒരു ഇതന്നെ ഒന്നിച്ചു ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സ്പെഷ്യൽ അല്ല ഞാനെന്താ പറയുന്നത്, ആക്ഷനെ കുറച്ച് മുൻതൂക്കമുണ്ട്, അത് ഉറപ്പാണ്. അത് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അടിക്കാൻ പറയുന്നിടത്തും അല്ലെങ്കിൽ വേണമെന്ന് ചെയ്യുന്ന തോന്നുന്നിടത്തും ആ ആക്ഷൻ എൻജോയ് ചെയ്യും, ഉറപ്പാണ്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പറഞ്ഞു എല്ലാം പറഞ്ഞു. ഈ ഒരു മുറിവ് എന്നൊരു മൂവി ഫസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്ക് കിട്ടിയ റെസ്പോൺസ്? അതിന്റെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ആദ്യം പലതും സുഹൃത്താണ് ശിവപ്രസാദ്, നാട്ടുകാരനും കൂടിയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു ത്രെഡ് വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരുപക്ഷെ കഥ പറയുന്ന ആൾക്കാരിൽ ഒരാളാണ് ശിവബ്രോ. കൊള്ളാമെങ്കിൽ കൊള്ളും. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഞാൻ ഒപ്പം പറഞ്ഞോട്ടെ, ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ, ഈ പടത്തിന്റെ മറ്റൊരു പ്രൊഡ്യൂസറും കൂടിയാണ് പുള്ളി. അതെ അതെ, നമ്മുടെ ബൈറ്റു ഫിലിംസ് എന്ന ബാനറാണ് നമ്മുടെ ടീമുണ്ട്. അപ്പോ സബ്ജക്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ സംഭവം ചെയ്യാം എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അപ്പൊ ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട് ഒരു പ്ലാൻ ചെയ്തോട്ടെ, 2ാമത്തെ മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ശരി ആയിക്കോട്ടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം നമുക്കൊന്നും കുഴപ്പമില്ല, അത് ചെയ്യാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു പാർട്ണറാവോ. അങ്ങനെ അദ്ദേഹം ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. നല്ല മനോഹരമായിട്ട് നമ്മളത് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും. പിന്നെ പല സമയത്തും നമുക്ക് അങ്ങോട്ട് സപ്പോർട്ട് ആളാണ് ശിവ. നമ്മൾ ശിവബ്രോ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എല്ലാ ദിവസവും അതെ, മിക്ക ദിവസങ്ങളും. അതെ 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 അതെ. 6 വർഷമായിട്ട് പുറകെ. അല്ല അതിൽ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാത്തിനും മുന്നിലാണ് നിന്നുകൊണ്ടിരുന്നത്.
പക്ഷെ നമ്മൾ ക്യാമറ ഫ്രണ്ടിൽ വരുമ്പോഴുള്ള ആ വിനയം ഞാനിപ്പോ കാണുന്നു. ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഡയറക്ടറാണല്ലോ, നമ്മുടെ അടുത്ത് വന്ന് ഒരു ചാൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു സ്ക്രിപ്റ്റ് പറയുന്നത്? ഞാൻ എല്ലാവരോടും എനിക്ക് ടൈം പറയും. ഒരാളെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. കാരണം ഞാൻ നിരാശകൾ അനുഭവിച്ച് വന്ന ഒരാളായതുകൊണ്ട് സിറ്റുവേഷൻ അറിയാം. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഞാൻ എല്ലാവരും അടുത്തും എൻ്റെ അടുത്ത് വരുന്ന മാക്സിമം ആൾക്കാരോട് ഞാൻ വാക്ക് പറയും, തരാം. എന്നാലാവുന്ന രീതിയിൽ ഞാനത് പ്രയോറിറ്റി അനുസരിച്ചിട്ട് വാക്ക് പാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. 2 സിനിമകളിൽ ഞാൻ ഏകദേശം 170ഓളം 64ഓളം പേർക്ക് ഞാൻ അവസരം കൊടുത്തു മലയാള സിനിമകളിൽ. അത് പിന്നണിയിലും മുന്നണിയിലും എല്ലാത്തിനും ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയായിരിക്കും. ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ട്. അതായത് തീർച്ചയായിട്ടും ആപ്റ്റാണെങ്കിൽ, അതായത് നിങ്ങളിൽ ആ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഞാൻ എന്നിലൂടെ വേണം എന്നില്ല. കാരണം സിനിമയെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നു, കളങ്കമില്ലാതെ അതിനോടൊപ്പം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആ സിനിമയിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിത്തീരാം. തീർച്ചയായും, ഉറപ്പായിട്ടും. എനിക്ക് ആ ചേട്ടന് വേണ്ടി ഒരു പണി കൊടുക്കുന്നു. ആ ചേട്ടനെ വിളിക്കണോ? വിളിക്കുമോന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കാല്ലേ, ഫോൺ എടുക്കുന്നല്ല, പറയണ്ടേ, നമ്മളൊരു മെസ്സേജ് കൊടുക്കട്ടെ. മെസ്സേജ് കൊടുത്തിട്ട് വിളിച്ചിട്ട് പറയുള്ളൂ. ആ ചേട്ടാ എടുത്തില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ചിലപ്പോൾ അദ്ദേഹം മിക്കവാറും മെസ്സേജ് വിളിക്കാം. നോക്കാം നമുക്ക്. ഓക്കെ. ഹലോ. ആ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ ചാനൽസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാ ചേട്ടാ, നിങ്ങളെ കാത്തോണ്ടിരിക്കുകയാണ്. എന്താ വരാത്തത് എന്നുള്ളത് ഞാനിവരത് പറഞ്ഞു വരുന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, ഓരോന്ന് പുറപ്പെട്ടുള്ളതൊക്കെ പറഞ്ഞു. രാവിലെ മുതൽ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ അവർക്ക് കൊടുക്കാം. ചേട്ടാ നമസ്കാരം. നമ്മള് ഇവിടെ ഷോ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു, വെയിറ്റ് ചെയ്ത് നിൽക്കുക. സർപ്രൈസ് എൻട്രി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല. അല്ലല്ല, എനിക്ക് നമ്മുടെ പടത്തിന്റെ ഒരു ചെറിയൊരു അത്യാവശ്യം മീറ്റിംഗ് ആയിപ്പോയി. മുറിവ് നമ്മുടെ പടം തന്നെയാണല്ലോ. അപ്പം അല്ല പടമാണ്, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഡയറക്ഷൻ പടത്തിന്റെ അതിന്റെ കുറച്ച് 1-2 മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പ്രൊഡ്യൂസേഴ്സും മറ്റുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഇതിൽ മെയിൻ ആക്ടർ വന്നില്ല എന്ന് പറഞ്ഞ ഇവരെല്ലാവരും ഒന്നും പറയില്ല എന്ന് പറഞ്ഞിരിക്കുക. ആ ചേട്ടൻ വന്നാലും എന്തെങ്കിലും പറയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവോ? അല്ലല്ല, ഞാൻ മെയിൻ ആക്ടറല്ല, ഞാൻ അതിനകത്ത് ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഓ, അത് പറയുന്നുണ്ട്. അല്ല, ഇവിടെ പറയായിരുന്നു, ഡയറക്ടർ പറയായിരുന്നു നമുക്ക് അജയേട്ടനെ ഫോണിലൂടെ ഇന്റർവ്യൂ ചെയ്യാന്ന് പറയായിരുന്നു. അപ്പൊ അജയേട്ടന്റെ ക്യാരക്ടറെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു അത് ചെയ്യുമ്പോൾ. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് തോന്നുന്നു പറയാം. അല്ല, എനിക്ക് തോന്നുന്നു അജയേട്ടനുള്ളതാണ് ഇവരുടെ കോൺഫിഡൻസ് എന്നാണ് ഇവര് പറഞ്ഞത്. എനിക്ക് ഷമീർ ഖാനെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഇപ്പൊ നമ്മള് സംവിധാനം മാറ്റിവെച്ച് എല്ലാത്തിലും അഭിനയിച്ച് നടക്കുകയാണെന്നാണ് കേട്ടത്. അല്ല അങ്ങനെയല്ല, അതിപ്പോ അതുപോലെ തന്നെ പരിചയമുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പോയി ചെയ്യുന്നു. മന്ദാകിനിയുടെ ദുബായ് പ്രൊമോഷൻ നടക്കുന്നു. അപ്പൊ അവിടെയാണെന്നൊക്കെയാണ് പറയുന്നത്, അവിടെ നിന്ന് എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ലല്ല, പ്രൊമോഷൻ അങ്ങനല്ല, പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ദുബായ് പ്രൊമോഷൻ അല്ല, മറ്റേ ഇവിടുത്തെ നാട്ടിലെ തിയേറ്റർ വിസിറ്റും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, മന്ദാകിനിയില് തെങ്ങ് കയറാൻ പോയി തേങ്ങ ഇടാൻ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല ടോക്സ് ഇവിടെ നടക്കുന്നുണ്ട്. പടം കണ്ടുകൊണ്ടാണല്ലോ അതിനെ കുറിച്ച് എടുത്തു പറഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞ് തേങ്ങ കൊണ്ടുവന്ന ആള്, കരിക്കും കൂടുന്ന ആള്. അതെ, അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലേ? അതെ, ഞാൻ പറയില്ല, ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത സിനിമ എല്ലാം വില്ലൻ ക്യാരക്ടറാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ചെറിയ ഹ്യൂമർ ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത്. അതിൻ്റെതായിട്ടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ
ആൾക്കാരെ നല്ലത് പറയുമ്പോൾ സന്തോഷം. ഓക്കെ ഓക്കെ, തീർച്ചയായും ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു തമിഴ് ഗുണ്ട എന്നൊരു പേര് വച്ചിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ടാണോ മന്ദാകിനിയിൽ ഒരു കോമഡി ക്യാരക്ടർ സെലക്ട് ചെയ്തത്? അല്ല, അങ്ങനല്ല. ഞാനായിട്ട് സെലക്ട് ചെയ്തല്ല. എനിക്ക് അതിന്റെ ക്യാമറമാനും റൈറ്ററുമായിട്ടുള്ള ഷിജു വളരെ കാലമായിട്ടുള്ള എന്റെ ഫ്രണ്ടാണ്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഷിജു അസോസിയേറ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള ബന്ധമാണ്. ഞാൻ ഇടയ്ക്ക് കാണും, വിളിക്കും, സംസാരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഒരു കഥ പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഹ്യൂമറാണ്, പക്ഷെ അങ്ങനെ ഹ്യൂമറിന് വേണ്ടി അങ്ങനെ ചെയ്യണ്ട. അപ്പൊ ഇങ്ങനൊരു ബോഡി ലാംഗ്വേജ് ലുക്കുള്ള ഒരാള് അതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രൊഫഷണൽസും ഒരു ഹ്യൂമറും വരും എന്നുള്ള അവന്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ വിനോദം ചെയ്യില്ല. അതിലെ സിംഗർ ആണല്ലോ, ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പരാജയപ്പെട്ട പാട്ടില്ല. പറഞ്ഞ പോലെ. ഓക്കെ ചേട്ടാ, ശരി, താങ്ക് യു ചേട്ടാ. PR-നോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഇപ്പോൾ കുറേ സിനിമകളുടെ PR-കളുടെ കാര്യം ചെയ്യുന്ന സിനിമകൾ വരുമ്പോഴാണ്. അപ്പോൾ ഒരു മൂവിയുടെ വിജയ പരാജയങ്ങൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി എന്തൊക്കെ വേണമെന്ന് ഒരു പഠിച്ചിട്ടുണ്ടാവും. ഈ മൂവിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്? ഞാൻ മുമ്പ് ചെയ്ത പടങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, എല്ലാ തരത്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ്. ഇപ്പോൾ മുമ്പ് ചെയ്ത ചിത്രങ്ങളൊക്കെ ഞാൻ പിന്നണിയിൽ നിന്നിട്ട് നേതൃത്വം പറയലേ. ഇത് നമ്മൾ സ്വയം ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പിടിക്കാൻ പറ്റും അതെല്ലാം നമ്മൾ നോക്കി മാക്സിമം. അതെ, മാക്സിമം ഒന്ന്. പിന്നെ മറ്റ് പടങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പടങ്ങൾക്ക് വലിയ തരത്തിൽ താരമൂല്യങ്ങളും അല്ലെങ്കിൽ താരപദവികളും എല്ലാം നോക്കിയിട്ടാണ് വിജയപരാജയങ്ങൾ ഒരു കാലഘട്ടം വരെ പോയിണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ആര് വന്നാലും കഥ എങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പോകുന്നുണ്ട്, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മന്ദാകിനി ഇഷ്ടപ്പെട്ടത്? മന്ദാകിനി ആക്ടേഴ്സ് ഞാൻ താറ്റി പറയല്ല, പക്ഷെ എന്നിരുന്നാലും ആ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ പടം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിജയം, ആവേശം. പടത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടെങ്കിലും പിള്ളേരുടെ കഥ, ആ പിള്ളേർ പുതുമുഖങ്ങളാണ്. അവരുടെ ആ ആക്ടിങ് പെർഫോമൻസും ആ കഥ കൊണ്ടുപോയ ട്രീറ്റ്മെൻറ്റും വെച്ച് ആ പടത്തിന് കിട്ടിയ വിജയം അതുപോലെ തന്നെയായിരിക്കും മുറിവ്. അതെ, ഓക്കെ. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയെ വെച്ച് പോലും ദർശനം ചെയ്തിരിക്കുന്ന അജയേട്ടനാണ് ഇതിലുള്ളത്. അപ്പോൾ അജയേട്ടനോട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടാകും? ഫ്രണ്ടാകും വന്നാലും എന്തൊക്കെ മനസ്സിലുണ്ടാകും? അജയേട്ടൻ നമുക്ക് അഭിനയിക്കാൻ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭയമല്ല, ഒരു കരുതലുണ്ടാവും നമുക്ക്. പക്ഷേ എനിക്കിഷ്ടമാണ് അജയേട്ടനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. നല്ല അനുഭവം തന്നെയാണ്. അതിലൊരു പ്രത്യേകിച്ച് പ്രിപ്പയർഡ് അല്ല, പക്ഷെ ഞാൻ ഒന്നും കൂടി നമ്മളൊരു ഇൻ്റലിജൻ്റ് ആവുമല്ലോ. നമ്മളെ ഡയറക്ടർ ഗുരുനാഥനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവുന്നത് പോലെ ഷോർട്ട് വൈസ് ടോട്ടലി നമ്മളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ക്രൂ ഞങ്ങളെല്ലാവരും അറിയുന്നവരാണ് പരസ്പരം. അജയേട്ടൻ്റെ അസോസിയേറ്റ് നമ്മുടെ സിനിമയ്ക്കുണ്ടായിരുന്നു, മെയ്സി, ഷെഫിൽ, ഞങ്ങളൊരു ക്രൂ തന്നെ എല്ലാവരും അറിയുന്നവരായിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു. ഇപ്പോൾ ഈ ക്രൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിഷാൽ കോയ അദ്ദേഹം ഫസ്റ്റ് ടൈമായിട്ട് ആക്ട് ചെയ്യും. അതെന്താ അങ്ങനെ ഒരു റൈറ്ററിനെ പിടിച്ച് ആക്ടർ ആക്കാനുള്ള ഒരു റീസൺ? അല്ല, ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു അനൗൺസ്മെൻ്റ് അല്ല, നമ്മുടെ ഇടയിൽ അങ്ങനെ പറയും. ഓക്കെ. അപ്പോൾ ഒരു ദിവസം നിഷാദൊക്കെ എന്നെ വിളിച്ചിട്ട് വെച്ചു, ഈ പടം ചെയ്യുന്നതെന്നൊക്കെ കേട്ടു. ചുമ്മാ ഞാനും അഭിനയിക്കും കേട്ടോ, എനിക്ക് അഭിനയിക്കാൻ മോഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളി വിളിച്ചിട്ട് വന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ അന്നേരം അങ്ങനെ ഒരു ക്യാരക്ടർ, അതായത് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വേറെ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഷെഫിനോട് പറഞ്ഞു, നിങ്ങൾ കഥ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പുള്ളി കഥ കേട്ടു ചെയ്യാമെന്ന് പറഞ്ഞു. വന്നു, 2 ദിവസം, ഒരു ദിവസം പറഞ്ഞു വന്നു, 2 ദിവസം 3 ദിവസം. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നിഷാദ് കുറിച്ച് കുറച്ചൊരു റൂമേഴ്സ് കാര്യങ്ങളും വന്നിരുന്നു, കുറേ പ്രശ്നങ്ങളായിരുന്നു. അത് ഈ പറയുന്നത് ആ ടൈമിലായിരുന്നു, അത് ഈ മൂവിയെ ബാധിക്കുന്നത്? ഇല്ല, അതൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ഞാൻ അറിഞ്ഞിട്ട് വിളിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. അത് അടുത്തല്ലേ നടന്നു. അതൊക്കെ മുമ്പാണ്. നമ്മളെല്ലാവരും അറിയുന്ന വിഷയം. നിങ്ങളൊരു മിഠായി വാങ്ങിച്ചു നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് മധുരമുള്ളതാണോ കയ്പുള്ളതാണോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാനുള്ള ചോയ്സ് നിങ്ങൾക്ക് അതുണ്ട്. ഇന്ത്യൻ ഭരണകൂടം അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ, നിങ്ങൾക്ക്
ഞാൻ മിഠായി കഴിച്ചിട്ട് നിങ്ങൾ ആരും ഇത് കഴിക്കരുത് അതിലൊരു വിഷാംശം ഉണ്ടെന്ന് പറയുന്നതിൽ തീർച്ചയായും. ഇല്ലല്ലോ. നിങ്ങളുടേതായ വ്യക്തിപരമായ അഭിപ്രായം കീറി മുറിച്ച് അത് ഉണ്ടാക്കിയ കമ്പനിയെ കുറിച്ചോ ഓക്കെ. കീറി മുറിച്ച മിഠായി ഉണ്ടാക്കിയ കമ്പനിയെ കുറിച്ചോ അതിലേക്ക് ആ മിഠായി കുഴക്കാൻ നിന്നാൽ യൂട്യൂബ് ഇപ്പൊ തരംഗമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതൊരിക്കലും റിവ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. ഏതാ? ഇപ്പൊ യൂട്യൂബ് റിവ്യൂ എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നെങ്കിലും ആ യൂട്യൂബ് റിവ്യൂ അത് കേട്ടിട്ട് ആരും പോയി കാണാതെ ഇരിക്കരുത്. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സിനിമന്റെ ബുദ്ധിമുട്ട് അറിയുന്നവരൊന്നും ഈ തരത്തിൽ അവർ പറയുന്ന ഒരു കാര്യം എങ്ങനെ വെച്ച് സിനിമ എടുക്കണ്ട എന്ന് അവർ സിമ്പിളായിട്ട് പറയും. പക്ഷെ അത് സിനിമയെ അറിയുന്ന ഒരാളോ അങ്ങനെ പറയും. അതിന്റെ പുറകിലുള്ള effort സിനിമയെ അറിയുന്ന ഇഷ്ടപ്പെടുന്ന ആരും അത് പറയില്ല. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ല, അഭിപ്രായം സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പ്രേക്ഷകർക്കും ആർക്കും വേണമെങ്കിൽ പറയാം. അത് അവരുടെ അവകാശമാണ്. അതിനൊന്നും ആർക്കും തടസ്സം നിൽക്കാനോ ഒന്നും പറയില്ല. പ്രേക്ഷകരില്ലെങ്കിൽ സിനിമയില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഒരു റിവ്യൂ അല്ല ഒരു മൂവി കണ്ടിട്ട് റിവ്യൂ നല്ലതാണെങ്കിൽ റിവ്യൂ എഴുതുകയും നല്ലതല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുക അല്ല, അതിനോട് ഞാൻ പറയുന്നില്ല, അത് വേണ്ട. അത് നമ്മൾ നെഗറ്റീവായ സന്ദേശം പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമയെ കീറി മുറിച്ച് തിന്നുന്ന രീതിയിൽ പറയാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങൾ പടം കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ചിലപ്പോൾ ശരിയായിരിക്കില്ല. അതുപോലെ ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോൾ എല്ലാവർക്കും അതേപോലെ നമ്മൾ നാലാളിരുന്ന് കാണുമ്പോൾ നാലാൾക്കും ചിലപ്പോൾ പറ്റും. അത് കീറി മുറിച്ച് ദ്രോഹിക്കാത്ത രീതിയിൽ പറയാനുള്ള അവകാശമുണ്ട്. ശരി. അപ്പൊ നമ്മുടെ സിനിമയ്ക്ക് ധൈര്യസമേതം റിവ്യൂ പറയാം. ഓക്കെ. എന്ന് വെച്ച് കയറരുത്. തീർച്ചയായും ഇപ്പൊ പറയുന്നുണ്ടല്ലോ പെൺകുട്ടികൾ ഇപ്പൊ ഇപ്പോഴത്തെ മൂവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുപേര് പറയുന്നു ലേഡീസ് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേയധികം മൂവീസ് ആവേശം മൂവി അങ്ങനെ കുറേ മൂവീസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ക്യാരക്ടർ വേണം എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ടാത്ത മൂവീസിൽ കൂട്ടിക്കെട്ടുന്നത് ചിലർ പറയുന്നത് പോലെ വേറെ ഉണ്ടോ? ഇപ്പൊ ഈ മൂവീസിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഹീറോയിൻസ് 2 പേരുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു കാര്യം വെച്ചാൽ എനിക്ക് ഒരു നായകനിലൂടെയോ ഒരു നായികയിലൂടെ എനിക്ക് കഥ പറയാൻ അറിയില്ല എന്നാണ് എൻ്റെ തോന്നൽ. എനിക്ക് ഒരു ജാതി മനുഷ്യരെടുത്താൽ നോക്കാം, 4-5 പേര് നമുക്ക് പ്രധാനപ്പെട്ട അവർക്കൊക്കെ തുല്യ പ്രാധാന്യമുള്ള ഒരു നായകനാണ് ആരാണ് എന്ന് ചോദിച്ചാൽ പറയാനാവില്ല ആ സിനിമകളൊക്കെ. ഞാൻ ഐ വി ശശി സാറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മളെ മലയാളത്തിൻ്റെ രാജമൗലിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഐ വി ശശി സാർ. 1921 അറിയാലോ, എത്ര മനോഹരമായ സിനിമ, എത്ര മനോഹരമായിട്ടാണ് അതിൽ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. അദ്ദേഹം എൻ്റെ ഒരു ഗുരുസ്ഥാനിയനും കൂടിയായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ പിന്നെ പെൺകുട്ടികൾ എൻ്റെ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു നമ്മളെ ക്യാരക്ടറിൽ നമ്മളുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ സിനിമയിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. ഈ സിനിമയിൽ ആ പെൺകുട്ടി ചെയ്യേണ്ടതും ഒന്നല്ല, ആ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു പെൺകുട്ടിയും പിന്നെ രണ്ടാമത് വരുന്നൊരു പെൺകുട്ടിയും, ഈ 2 പെൺകുട്ടികളും ഇന്ന് സമൂഹത്തിൽ എന്ത് തരത്തിൽ പ്രതികരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾ കണക്ട് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എൻ്റെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കുടുംബം അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചില ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ. പക്ഷെ അത് എനിക്കിവിടെ അധികം തോന്നിയില്ല. എല്ലാവരും നല്ല കുടുംബമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമുക്ക് അത് തെറ്റാണെങ്കിൽ അത് അങ്ങനെയല്ല സോന ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറ്. സാറ് പറയും ഇങ്ങനൊരു കഥ പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക, അതെങ്ങനെയാന്ന് നല്ല രീതിക്ക് ആലോചിക്കുക, അതേ രീതിയിൽ തെറ്റുണ്ടെങ്കിലും നമ്മൾ റീടേക്ക് പോവും. അപ്പൊ അതിനനുസരിച്ച് കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യാറ്. റീടേക്ക് അധികം പോയിട്ടില്ല. അതെ. അല്ല, റീടേക്കുകൾ വല്ലാതെ കൂടുതലായിട്ട് ഇവരുടെ കാര്യത്തിൽ വന്നിട്ടില്ല. ഇല്ല, നമുക്ക് നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യണം. നാള് പറഞ്ഞു തരുമ്പോ അത്രയും കംഫോർട്ട് ആവുമായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇതെന്റെ സെക്കൻഡ് മൂവിയാണ്. അത് എക്സ്പെരിമെന്റ് 5 എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. റിലീസായി, അതൊക്കെ കഴിഞ്ഞു. അതെ, എന്തായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ചലഞ്ച് ഏറ്റെടുക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് എന്നൊന്നും അതിനെ ശരിക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു പുതിയ സംവിധായകരുടെ അവസ്ഥകളിൽ നിന്നാണ് നമുക്ക് സിനിമ ചെയ്യാതെ. കാരണം കുറച്ച് വർഷങ്ങളായി നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ പല ഇൻഡസ്ട്രികളും വർക്ക് ചെയ്തിട്ട്.
അപ്പൊ ഇനിയൊരു സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ പല രീതിയിലും ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയാൻ പോവുക, കഥ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമ്മുടെ ടൈം ശരിയാവില്ല, അല്ലെങ്കിൽ അതിന് പിന്നെയും കുറച്ച് കാത്തിരിക്കുക. ഒന്ന് രണ്ട് സിനിമകൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ട സിനിമകൾ ഇപ്പോഴും സ്ക്രിപ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ അത് ചെയ്യും. അപ്പൊ അതിന്റെ ഉള്ളിൽ പുതുമുഖങ്ങളെ വെച്ച് നമുക്ക് ചെയ്തേക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ വന്നു. അത് നമ്മുടെ പ്രൊഡക്ഷൻ ഭാഗത്ത് നമ്മുടെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ഉണ്ടായി. അങ്ങനെയാണ് രണ്ടാമത്തെ സിനിമയും സംഭവിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ നമ്മളോട് പറയുമായിരുന്നു, ഇപ്പൊ നമുക്കിത് പെട്ടെന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു. നമ്മൾ ഈ സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം അങ്ങനെ വന്നു. പിന്നെ പുതുമുഖങ്ങളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എനിക്ക് നമുക്ക് പറയുന്ന പോലെ ഓരോ പുതുമുഖങ്ങളും നാളത്തെ കാലം തന്നെയാണ്. വരും തലമുറ അവരില്ലെങ്കിലും ഇല്ലല്ലോ. കാരണം വെച്ചാൽ ഇപ്പോ ലാലേട്ടൻ വന്നതും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വന്നതും അങ്ങനെ തന്നെ. പുതുമുഖങ്ങൾ വരുമ്പോ മറ്റൊരു സന്തോഷം എന്ന് വെച്ചാല് നമ്മളിലൂടെ ഒരാൾ മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കൊരു വലിയൊരു ഒരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് ഞാൻ കരുതുന്നു. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു മകനെ വെച്ച് ചെയ്യുന്നത് പോലെ പുതുമുഖങ്ങളെ ആക്ച്വലി ഒരു ഡയറക്ടർ എന്ന അപ്രോച്ച് ചെയ്യുന്നത് റിസ്ക് ആണ്. ആ ഒരു ഫാക്ട് ഭയങ്കര കഷ്ടം. കാരണം ഒരു പുതുമുഖത്തിനോട് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെല്ലണം. പിന്നെ നമ്മളുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് തന്ത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എടുക്കുക എന്നുള്ളത് നമ്മൾ അവരറിയാതെ ചെയ്യിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ചിലവരുണ്ടല്ലോ ഇപ്പൊ നമ്മളത് വന്നവർക്കൊക്കെ ടാലന്റ് ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. ഇതാണല്ലോ. അതിന് നമുക്ക് റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ലായിരിക്കും. ഇവരിലൊക്കെ നല്ല ഒന്നാം തരം ആക്ടേഴ്സ് ആണ്. അജയ് വാസുദേവൻ എന്ന് പറയുന്ന മാസ് ഡയറക്ടർ, അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ച അദ്ദേഹം അഭേദാവ് ചെയ്യുന്നുള്ള അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആക്ടേഴ്സ് നമ്മളെ ഇപ്പൊ അറിയാലോ. അവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ. നിഷാദിക്ക് ഇവരൊക്കെ നമുക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ട്. പക്ഷെ നിഷാദിക്കാന്റെ ആദ്യം ആദ്യ സിനിമയാണ് ആക്ട് ചെയ്യുന്ന ആദ്യ സിനിമയാണ് അത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.